3 വർഷം മുൻപ് നിർത്തിവെച്ച ആണവ പരീക്ഷണം പുനരാരംഭിക്കാൻ ഒരുങ്ങുകയാണ് അമേരിക്ക. ആണവായുധങ്ങൾ ഉൾപ്പെടെ പരീക്ഷിക്കാനുള്ള നിർദ്ദേശം ട്രംപ് സൈന്യത്തിന് നൽകിക്കഴിഞ്ഞു. റഷ്യ ആണവ മിസൈലും വെള്ളത്തിനടിയിലൂടെ സഞ്ചരിക്കുന്ന ആണവ ഊർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഡ്രോണും പരീക്ഷിച്ച പശ്ചാത്തലത്തിലാണ് അമേരിക്കയുടെ ഈ പുതിയ നീക്കം. മറ്റു രാജ്യങ്ങൾ ആണവ പരീക്ഷണങ്ങൾ തുടരുമ്പോൾ തങ്ങൾ മാത്രം മാറി നിൽക്കേണ്ടതില്ല എന്ന നിലപാടാണ് ഡൊണാൾഡ് ട്രംപിന്. ഇക്കാര്യം നേരത്തെ തന്നെ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. Talking about literally resuming underground nuclear detonation tests. You'll find out very soon, but we're going to do some testing. Yeah, other countries do it. If they're going to do it, we're going to do it. Okay, you can't clarify whether you'll resume. I'm not going to say yet. I mean, I know exactly what we're doing, where we're doing it, but other countries are doing it, and if other countries do it, we do it. റഷ്യ ആണവ മിസൈലും വെള്ളത്തിനടിയിലൂടെ സഞ്ചരിക്കുന്ന ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഡ്രോണും പരീക്ഷിച്ച പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ പുതിയ നീക്കം. ആണവ മിസൈലുകളോ അണുബോംബുകളോ ആണോ പരീക്ഷിക്കുക എന്നത് സംബന്ധിച്ച് വ്യക്തമായ സൂചനകൾ ഇതുവരെ നൽകിയിട്ടില്ല. ആണവ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായി ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നേരത്തെ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തും സമാന സൂചന നൽകിയിരുന്നു. 33 വർഷത്തിന് ശേഷമാണ് അമേരിക്ക ആണവ പരീക്ഷണത്തിന് മുതിരുന്നത്. ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ബ്യൂർവെസ്നിക് മിസൈലും വെള്ളത്തിനടിയിലൂടെ സഞ്ചരിക്കുന്ന ആണവോർജ്ജത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന പോസിഡോൺ ഡ്രോണും റഷ്യ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പരീക്ഷിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.